കേരളത്തിൻ്റെ സ്വന്തം പോക്കിമോൻ വൈറൽ മുഖ്യമന്ത്രി ക്യൂട്ട്നെസ് വാരി വിതറുന്ന VD സതീശൻ സാർ പുതിയ ഭരണം ഏറ്റെടുക്കുമ്പോൾ പുതിയ പല വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഇപ്പോൾ ജൂൺ 15 മുതൽ നിറവേറ്റാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. അതിന് മുന്നോടിയായുള്ള ട്രയലൊക്കെ നടന്നു. സ്ത്രീയാണോ എന്ന് ചോദിച്ചിട്ട് സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നു KSRTCയിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ. നല്ല കാര്യമൊക്കെ തന്നെയാണ്, എങ്കിലും ആശങ്കകൾ ഒഴിയുന്നില്ല പൊതുജനത്തിന്. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യമാണ് യാത്ര. തമിഴ്നാട് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ വൻ സാമ്പത്തിക ശക്തിയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ അനുവദിക്കുമ്പോൾ ഇതിനോട് കിടപിടിക്കാൻ കഴിയുമോ നമ്മുടെ കേരളത്തിന് എന്നുള്ളതാണ് മിക്കവർക്കും ആശങ്ക. ഈയിടെ ഈ ന്യൂസിൽ കണ്ടു, രാജ്യതരായ പഴയ ഭരണകൂടം ലിക്വിഡ് മണിയായിട്ട് 5400 ചില്ലാനം കോടി ശേഷിപ്പിച്ചിട്ടുണ്ട് ഖജനാവിൽ നിന്നാണ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കാം സൗജന്യ യാത്ര. സർക്കാർ ജോലിയുള്ള സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്ര അനുവദിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും പിന്നെ കുറഞ്ഞ വരുമാനമുള്ള സ്ത്രീകൾക്കും പിന്നെ അത്യാവശ്യം ആശുപത്രിയുമായി ചികിത്സയ്ക്കായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സ്ത്രീകൾക്കൊക്കെ സൗജന്യം അനുവദിച്ചാൽ പോരെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള KSRTC ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല, പെൻഷൻ ലഭിച്ചില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളായ KSRTC വൻ നഷ്ടത്തിലാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എംപാനൽ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു, പ്രതിഷേധങ്ങളായി, അങ്ങനെ എന്തെല്ലാം കണ്ടൂലേ. അതൊക്കെ ഓർക്കുമ്പോൾ ആളുകൾക്ക് ആശങ്കയാണ്, പ്രതിസന്ധിയിലാകുമോ എന്നൊക്കെ. എന്തെങ്കിലും കാണാതെ സർക്കാർ ഈ തീരുമാനം എടുക്കുകയില്ലായിരിക്കും. ഞാൻ ആലോചിക്കുകയാണ്, തൊട്ടനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുന്ന സ്ത്രീകളെ കൊണ്ടാവും. അവർ ചിലപ്പോൾ എടുത്ത വഴി എങ്ങോട്ടെങ്കിലും ഇപ്പോൾ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പോൾ സൗജന്യ യാത്രയും കൂടെ അനുവദിക്കുകയാണെങ്കിൽ KSRTCയിൽ എവിടെ വേണമെങ്കിലും പോകാം, മുങ്ങാം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആശങ്ക. പിന്നെ അതിലേറെ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വരുമോ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി? KSRTC റൂട്ടല്ലാതെ പ്രൈവറ്റ് റൂട്ട് മാത്രമുള്ള നാടുകളുണ്ട്. ഇടുക്കി ജില്ല, കോട്ടയം ജില്ലകളിലൊക്കെ കൂടുതലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് സൗജന്യ യാത്ര ദുരുപയോഗം ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ജോലിക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടി KSRTCയിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. അവർക്കും ഉപദ്രവകരം ആവാതെ ഇരിക്കുക. വാർത്തകളിലൊക്കെ പൊതുജനാഭിപ്രായമൊക്കെ കണ്ടു. സ്ത്രീകളാണെങ്കിൽ പോലും സ്ത്രീകൾ തന്നെ പറയുന്നത് എത്രത്തോളം പോകുമെന്ന് കണ്ടറിയണം. സ്ത്രീകളും കൂടുതൽ ആശങ്ക തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. കേട്ട കഥകളെ KSRTC നഷ്ടത്തിലാണ് എന്ന് മാത്രമാണല്ലോ. ഇപ്പോൾ എങ്ങനെ ആ നഷ്ടം നികത്തി സൗജന്യ യാത്രയൊക്കെ നൽകി മുന്നോട്ട് പോകും എന്നോർത്താണ് കൂടുതൽ ആളുകൾക്ക് ആശങ്ക. പിന്നെ പുതിയ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയെ പോലെയല്ല, ആർഭാടക്കാരനൊന്നുമല്ല. പല സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വെട്ടിക്കുറച്ചു, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വെട്ടിക്കുറക്കലുകളിലൂടെയൊക്കെ സാമ്പത്തികമായി എല്ലാം സ്വരൂപിക്കാൻ സാധിക്കുമായിരിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വിജയത്തെക്കുറിച്ച് എത്ര സീറ്റ് കിട്ടും, മന്ത്രിമാരെല്ലാം തോറ്റുപോകും, വളരെ കൃത്യമായി പ്രവചിച്ച ആളാണ്. അദ്ദേഹത്തിന് തുടർന്നുള്ള ഭരണത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് വരുമരായികളെക്കുറിച്ച് അറിയാമായിരിക്കാം. നല്ല ഒരു ഭാവി തന്നെയായിരിക്കാം അദ്ദേഹം കേരളത്തെക്കുറിച്ച് കാണുന്നത്. അതിൻ്റെ ഒരു മുന്നോടിയായിരിക്കാം ഇതുപോലെ സൗജന്യ യാത്രകളും ഈ മുൻപേ വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും നിറവേറ്റാൻ തുടങ്ങുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സൗജന്യ യാത്ര തികച്ചും ആശ്വാസകരം തന്നെയാണ്, അവരുടെ വീട്ടുകാർക്കും. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പോലെ കടക്ക് പുറത്ത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇതൊന്നും പറയുന്ന ആളല്ല. ന്യൂസിലൊക്കെ കണ്ടതാണ്, ഒരു വൃദ്ധയായ സ്ത്രീയെ സ്റ്റേജിൽ ചേർത്ത് നിർത്തി. അവരതിനു മുമ്പും അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ളതാണ്. ആ ഒരു പരിചയത്തിൽ അവർ ധൈര്യമായിട്ട് കയറി ചെല്ലുന്നു, ഒരു തടസ്സവും കൂടാതെ അദ്ദേഹത്തെ വാരിപ്പുണരുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സും കണ്ണും എല്ലാം കുളിരും, നിറയും. ഇനി മുതൽ അങ്ങോട്ട് തീർച്ചയായും കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തന്നെ വിളിക്കപ്പെടുമായിരിക്കാം എന്ന് വിശ്വസിക്കാം. ഇത്രയും നാളും അതിനൊരു ചീത്തപ്പേരായിരുന്നു. എല്ലാം കാത്തിരുന്ന് കാണാം.